ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോഴിക്കോട് നിന്നും എറണാകുളം വരെ പോകുന്ന യാത്രാ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ക്യാബിനിൽ വന്നപ്പോഴേക്ക് നമ്മുടെ മുത്തപ്പനും അതേപോലെ കുട്ടിയുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഓടപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത് നമ്മുടെ കണ്ണൂർ ഡിപ്പോയുടെ സ്വന്തം എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഇത്. അങ്ങനെ 8:30 തന്നെ നമ്മുടെ ബസ്സിൽ കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഇട്ടിട്ടുണ്ട്. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് കുറേ റൂട്ടുകളുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്നും യൂണിവേഴ്സിറ്റി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, വാടാനപ്പള്ളി, തൃശ്ശൂർ, ചാലക്കുടി, അങ്കമാലി, ആലുവ വഴി എറണാകുളത്തേക്ക് പോകാം. പിന്നെ പരപ്പനങ്ങാടി, താനൂർ, തിരൂർ, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, വരാപ്പുഴ, എടപ്പള്ളി വഴി എറണാകുളത്തേക്ക് പോകാറുണ്ട്. അതിന് പുറമെ യൂണിവേഴ്സിറ്റി, കോട്ടക്കൽ, എടപ്പാൾ, കുന്നംകുളം, തൃശ്ശൂർ, ചാലക്കുടി, അങ്കമാലി, ആലുവ, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ വഴിയും എറണാകുളത്തേക്ക് പോകും കേട്ടോ. പക്ഷേ നമ്മുടെ ബസ് പോകുന്നത് അവസാനം പറഞ്ഞ ആ റൂട്ടിലാണ് കേട്ടോ. ഏറ്റവും കൂടുതലും ആ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ബസ്സുകളുണ്ടാവുക. പക്ഷേ മറ്റു റൂട്ടുകളിലും ബസ്സുകളുണ്ട്. ഇത് NH 66 യാത്രയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കോഴിക്കോട് നിന്നും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വണ്ടീൻ്റെ വീഡിയോ നമുക്ക് കണ്ടാലോ. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് നമ്മൾ ബസ്സിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലുലു മാളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിത് യാത്ര ആരംഭിച്ചിട്ടുണ്ട്. യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ അത്യാവശ്യം എന്താ പറയുക, വലിയ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ ഈ ഒരു ടൈപ്പ് ഓഫ് വ്യൂ ഞാൻ എടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. ഫ്രണ്ടിൽ പോയിരുന്നപ്പോൾ കുറേ കമ്പികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള യാത്ര കാണാൻ പറ്റില്ല. അത് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വീഡിയോ ഒന്നും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ അങ്ങനെ ആദ്യമായി എറണാകുളം കോഴിക്കോട് ബസ്സിൻ്റെ വിശേഷങ്ങളുമായി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. കോഴിക്കോട് നിന്നും എറണാകുളം ഭാഗത്തോട്ട് എപ്പോഴും ബസ്സുകളുണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും KSRTC സർവീസുള്ള ഒരു റൂട്ടെന്ന് പറയുന്നത് കോഴിക്കോട് തിരുവനന്തപുരമാണ് കേട്ടോ. ഇത് നമ്മുടെ വെലോസിറ്റി ട്രാവൽസിൻ്റെ ബസ്സൊക്കെ കിടക്കുന്നുണ്ടോ, അതൊക്കെ നമ്മുടെ ബാംഗ്ലൂർ സർവീസാണ്. പുതിയ വണ്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറുവണ്ണൂരിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്, പക്ഷേ TT സർവീസായിട്ടാണ് കേട്ടോ ഓടുന്നത്. അങ്ങനെ നമ്മുടെ സനയും പോയി നല്ല പൊടിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുവണ്ണൂരാണ് കേട്ടോ. ചെറുവണ്ണൂർ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ റോഡൊക്കെ നന്നായി കഴിഞ്ഞാൽ അടിപൊളിയാവും അല്ലേ. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിത് നാഷണൽ ഹൈവേ 66 കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് കയറിയിട്ടുണ്ട്. ഉച്ചത്തെ സമയമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാനും പറ്റും കേട്ടോ. ഈ ഒരു ബസ്സിൽ റിസർവേഷനാണ് കേട്ടോ മിക്ക സീറ്റും. അത് കോട്ടക്കൽ, തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെയാണ് കേട്ടോ റിസർവേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്ര ആൾ കുറവ്. അതുമാത്രമല്ല, ഗുരുവായൂർ വഴി ഒരു എറണാകുളം ബസ് കൂടെ പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഗുരുവായൂർ വഴിയാണ് കേട്ടോ ഏറ്റവും ദൂരം കുറവ് എറണാകുളത്തേക്ക്.
അങ്ങനെ നമ്മളിത് കോട്ടക്കൽ ചങ്കുവെട്ടിയിലാണ് കേട്ടോ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ റൂട്ടിൽ ഒരു പ്രധാന സ്റ്റോപ്പാണ് കേട്ടോ. തിരൂർ ഭാഗത്തോട്ട് പോകേണ്ട ആൾക്കാർക്കും മഞ്ചേരി ഭാഗത്തോട്ട് പോകേണ്ട ആൾക്കാരൊക്കെ ഇവിടെയാണ് കേട്ടോ ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മളിത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ സ്റ്റാൻഡിലോട്ട് എത്തിയപ്പോഴേക്കും സമയം 12:30 തൃശ്ശൂർ സ്റ്റാൻഡ് എന്ന് പറയുമ്പം KSRTC സ്റ്റാൻഡാണ് കേട്ടോ. പ്രൈവറ്റ് സ്റ്റാൻഡ് 2 ഉണ്ട്. ഒന്ന് വടക്കേ സ്റ്റാൻഡും മറ്റേത് ശക്തൻ സ്റ്റാൻഡും. ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ ലോങ് സർവീസ് ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. വടക്കേ സ്റ്റാൻഡിൽ നിന്നും സാധാ നമ്മുടെ ഓർഡിനറി ബസ്സുകളൊക്കെയാണ് കേട്ടോ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ ഏതൊരു ബസ്സിനെ പോലെയും ഈ ഒരു ബസ്സിനും റെസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമുക്ക് ചായ കുടിക്കാനുള്ള ടൈമുണ്ട് അവിടെ. എല്ലാ ബസ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ റൂട്ടിൽ ഓടുന്നത്. അങ്ങനെ നമ്മളിത് ബസ്സിൽ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നും ചാലക്കുടി അങ്കമാലി വഴിയാണ് കേട്ടോ എറണാകുളത്തേക്കുള്ള യാത്ര.
അങ്കമാലിയിലോട്ട് എത്തിയപ്പോഴേക്കും സമയം 1:30 കേട്ടോ. നമ്മുടെ ഫുഡ് ബ്രേക്കിൻ്റെ ടൈമാണ്. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അങ്കമാലി കഴിഞ്ഞാൽ നമ്മൾ ആലുവ, കളമശ്ശേരി, എടപ്പള്ളി, പാലാരിവട്ടം, കലൂര് വഴി എറണാകുളത്തേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. ഇനി മെയിൻ സ്റ്റോപ്പ് വരുന്നത് എടപ്പള്ളിയാണ്. അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. കൃത്യം 2:30 നമ്മളിത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട് ആൻഡ് ബൈ.